മന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ തെറ്റെന്താ? എനിക്കാണെങ്കിൽ കരിങ്കൊടി കാണിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കറുത്ത ഉടുപ്പാണ് മിക്കവാറും ഇടുന്നത്. എനിക്ക് ഏറ്റവും ചേരുന്ന കളർ കറുപ്പാന്നാ പറയുന്നത്. എനിക്ക് ഇവിടെയുള്ള ചെറുപ്പക്കാരെല്ലാം കറുപ്പായി പോയിടുന്നത്. അതുകൊണ്ട് കറുത്ത കൊടി കാണിക്കുന്നതിൽ ഒരു വിഷമവുമില്ല. കളറുള്ള കൊടി കാണിച്ചാൽ അതിനേക്കാൾ ഇഷ്ടം കറുത്ത കൊടിയാണ്. കളറുള്ള ഷർട്ടുകളിൽ ഏറ്റവും നല്ല കളർ കറുപ്പാണ്. കറുത്ത ഷർട്ടും കറുത്ത പാൻറ്റും ഇട്ടിട്ട് നല്ല കറുത്ത വാച്ചും കെട്ടി നിന്നാൽ ആരും സുന്ദരനാണെന്ന് തോന്നും. പെൺകുട്ടികളായാലും സുന്ദരിമാരായിട്ട് തോന്നും. അപ്പം അതുകൊണ്ട് കറുപ്പിന് അഴക് എന്നാണ്. അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും പറഞ്ഞു വിഷമിക്കേണ്ട. കരിങ്കൊടി കാണിക്കാൻ പറ്റും. പക്ഷേ ദേഹോദ്രം ഏൽപ്പിക്കുക, ഒരു സ്ത്രീയെ അധിക്ഷേപിക്കുക, ആക്രമിക്കാൻ ചെല്ലുക, ഈ പട്ടി കുരച്ച് ചാടുന്ന പോലെ ഒരു സ്ത്രീയുടെ നേരെ ചാടുന്നതൊന്നും തെരുവ് നായ്ക്കളെ പോലെ നമ്മൾ പെരുമാറാൻ പാടില്ല എന്നാണ് എനിക്ക് അഭിപ്രായം. അത് ചെയ്യരുത്. കാരണം എന്താ പറയുക, പാവപ്പെട്ട അമ്മമാരും സഹോദരിമാരും പോകുമ്പോൾ ചിലപ്പോഴൊക്കെ തെരുവ് നായ്ക്കൾ ഇങ്ങനെ കുരച്ചുകൊണ്ട് ചാടും. അതുപോലെ സ്ത്രീകളുടെ നേരെ പരാക്രമം വേണ്ട. പുരുഷന്മാരാണെ സജി ചെറിയാനും ഞാനും ഒക്കെ ആണെങ്കിൽ ഒരു പ്രശ്നമില്ല. എന്താ നടക്കുന്നതെന്ന് പോലും അറിയത്തില്ല, എന്തോ നടക്കുന്ന പോലും അറിയാം. പക്ഷെ അത് ഒരു മര്യാദയല്ല എന്ന് ഞാൻ പറയുകയാണ്. അതൊക്കെയാണ്. പക്ഷേ ഈ ഒരു പുസ്തകം കൂടി സജി ചെറിയാൻ എഴുതണം എന്നാണ് പറയാനുള്ളത്. അത് കൊറോണയെക്കുറിച്ചായിരിക്കണം. ചെങ്ങന്നൂരിലെ വെള്ളപ്പൊക്കം എല്ലാവരെയും ഒന്ന് ഓർമ്മിക്കുന്ന കൂട്ടത്തിൽ ഇതുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുക. അദ്ദേഹം എന്നെപ്പറ്റി പറഞ്ഞു, ഞാൻ ചെങ്ങന്നൂരിലെ വെള്ളപ്പൊക്കത്തിന് അദ്ദേഹത്തിൻ്റെ ദുഃഖകരമായ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ തന്നെ ഒരു ടിപ്പർ ലോറിയിൽ കയറിയാണ് ഇവിടെ ഇറങ്ങി. അന്ന് ഇവിടെയൊക്കെ പന്തളത്തൊന്നും ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല, വെള്ളം കയറി കിടക്കണം ഇവിടെയല്ല. ടിപ്പർ ലോറി മാത്രമേ പോകുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ടിപ്പർ ലോറി കയറി ഇവിടെ വരുമ്പോഴാണ് അദ്ദേഹത്തെ ഫോൺ പോലും വിളിക്കാതാണ് ഞാൻ വരുന്നത്. ഞങ്ങൾ തമ്മിൽ RDO ഓഫീസിൽ വന്ന് കാണുമ്പോഴാണ് ഞാൻ വന്നു എന്ന് അദ്ദേഹം അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ സമീപനം, മത്സ്യത്തൊഴിലാളികൾ ചെയ്ത നല്ല സേവനങ്ങൾ, അന്നൊക്കെ അവർ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് അവരെത്ര ത്യാഗപൂർണമായ ജീവിതമാണ്. ഇത് മലയാളി അക്കാര്യത്തിലൊക്കെ ഒറ്റക്കെട്ടാണ്, അതൊന്നും മറക്കരുത്. വെള്ളപ്പൊക്കത്തിൻ്റെ സ്മരണകൾ എഴുതുമ്പോൾ വായിക്കാൻ നല്ല ത്രില്ലായിരിക്കണം. അടുത്തൊരു തലമുറ അത് വായിക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു ദിവസം ഇവിടെ ഈ നഗരം, ഈ ചെങ്ങന്നൂർ പോലൊരു ഇത്രയും തിരക്കുള്ളൊരു നഗരം വെള്ളത്തിനടിയിലായിരുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ സജി ചെറിയാൻ നൽകിയിട്ടുള്ള നേതൃത്വം വളരെ പ്രശംസനീയമാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചെങ്ങന്നൂരിന് ഒരുപിടി ദൂരം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. എൻ്റെ പ്രിയ സഹോദരൻ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ കാണുമ്പോൾ, ഇതിലെ കടന്നു പോകുമ്പോൾ ഓരോരോ ആഘോഷങ്ങളാണ് ഇങ്ങനെ. ആഘോഷങ്ങളുടെ ബോർഡുകൾ കാണുമ്പോൾ ഞാൻ സന്തോഷിക്കാറുണ്ട്, അസൂയപ്പെടാറുമുണ്ട് എന്ന് പറയാം. ഞങ്ങൾക്കിത് പറ്റുന്നില്ലല്ലോ എന്ന അസൂയ ഞങ്ങൾക്കുണ്ടാകാറുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന ഇതിനുവേണ്ടി അനേകം മീറ്റിങ്ങുകൾ, ഉദ്യോഗസ്ഥരെ നിരന്തരമായി, KSRTC CMD അടക്കമുള്ളവരെ നിരന്തരമായി, ഇവരെല്ലാം എൻ്റെ അടുത്ത് വരും പറയും, സജി ചെറിയാൻ മിനിസ്റ്റർ വിളിച്ചിട്ടുണ്ട്, പോകണം എന്ന് പറയും, നേരെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അത്രയും താല്പര്യത്തോടെ അദ്ദേഹം അത് ചെയ്തതിൻ്റെ ഫലമാണ്. ഇത് ഒരു വർക്ക് അവാർഡ് ചെയ്ത് കോൺട്രാക്ട് എടുത്തതിന് ശേഷം പണി തുടങ്ങിയാണ്. ഇതൊരു വലിയ ബസ് സ്റ്റേഷൻ എന്നുള്ള നിലയിൽ ശബരിമല തീർത്ഥാടകർക്കും ട്രെയിനിൽ വന്ന് ശബരിമലയിൽ ഇറങ്ങുന്നവർക്കും എല്ലാം ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഇവരുടെ അനുവാദത്തോടെ MLA ഫണ്ടിൽ നിന്നും അദ്ദേഹം 10 ലക്ഷം രൂപ നമുക്ക് തന്നു. അതുകൂടി മറക്കാതെ പറയേണ്ട കാര്യമാണ്. അദ്ദേഹം ഇവിടുത്തെ KSRTC ഓഫീസ് ഓഫീസാക്കുന്നതിന് വേണ്ടി MLA മാരോട് പണം ചോദിച്ചിരുന്നു. അത് അദ്ദേഹം തന്നു. അദ്ദേഹം ജയിച്ച് വീണ്ടും MLA ആയി വരുമ്പോൾ ഞാൻ ഒരു ആഗ്രഹം കൂടി പറയുകയാണ്. ഈ മന്ദിരം പൂർത്തിയാകുമ്പോൾ അതിന്റെ മേളിൽ അങ്ങ് സോളാർ പാനൽ കൂടി വെച്ച് തരണം എന്ന് അങ്ങോട്ട് പറയണം. കാരണം വെച്ചാൽ അതൊരു നല്ല കാര്യമല്ലേ. MLA ഫണ്ട് ഞാൻ എല്ലാ MP മാർക്കും, കേരളത്തിലെ എല്ലാ MP മാർക്കും ഞാൻ കത്തെഴുതി, കത്തിന്റെ പകർപ്പുണെ കാണിക്കാം. നിങ്ങളുടെ ഫണ്ടിൽ നിന്നും കുറച്ച് പൈസ എല്ലാ ബസ് സ്റ്റേഷനും വെള്ളം സോളാർ വയ്ക്കാൻ. ഒരു ബസ് സ്റ്റേഷന് പുറത്ത് പരമാവധി വരുന്ന 10 ലക്ഷം അല്ലേ, 10-15 ലക്ഷം വരുന്നുള്ളൂ. MP ക്ക് 7 കോടി കിട്ടുമ്പോൾ എല്ലാ MP മാരോടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റേഷൻ തിരഞ്ഞെടുക്കാം. 10-15 ലക്ഷം രൂപ കൂടുതൽ വരില്ല ഒരു ബസ് സ്റ്റേഷനിൽ. നിങ്ങൾ ചെയ്തു തരണമെന്ന് 15 ലക്ഷം രൂപയാണ്. 7 കോടി ഒരു വർഷം കിട്ടുന്നതിൽ വെറും IMAX റേറ്റ് കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ഒരു 15 ലക്ഷം രൂപ KSRTC കൊടുത്താൽ ഈ എല്ലാ ബസ് സ്റ്റേഷനും KSRTCയുടെ സോളാർ വെച്ച് കഴിഞ്ഞാൽ, വൈദ്യുതി ഉപയോഗം മാറിക്കഴിഞ്ഞാൽ KSRTC ലാഭത്തിലേക്ക്, ഭയങ്കര ലാഭത്തിലേക്ക്. കാരണം കറണ്ട് ചാർജ് തന്നെ കോടിക്കണക്കിന് രൂപയാണ് എല്ലാ മാസവും കൊടുക്കുന്നത്. അതൊന്ന് ഒഴിവായി കിട്ടിയാൽ മതി. അതിന് വേണ്ടിയിട്ട് MP മാർക്കെല്ലാം കത്തെഴുതി. പക്ഷെ ഇന്നുവരെ താങ്കളുടെ കത്ത് കിട്ടി, പരിശോധിക്കാം എന്നൊരു കാർഡ് പോലും, സഞ്ജയന്റെ കാർഡ് പോലെ ഒരു കാർഡ് പോലും ഇതുവരെ വന്നില്ല എന്നതാണ് നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത. MLA മാരിൽ എല്ലാവരും മിക്കവാറും എല്ലാവരും ചെയ്തു. അതിൽ സജി ചെറിയാനും അദ്ദേഹത്തിന്റെ 10 ലക്ഷം രൂപ വന്നുകൊണ്ട് ഈ ഓഫീസാക്കി മാറ്റുകയാണ്. MLA മാരെ ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഓഫീസാക്കിയത്. എല്ലാ MLA മാരും മിക്കവാറും 98% MLA മാരും തന്നു. പിന്നെ കോട്ടയത്തുള്ളൊരു MLA പറഞ്ഞു, ഞാൻ തിരിയില്ലാന്നോ, ഞാൻ തീരത്തില്ല. അതിനെന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് വാശിയാണ്, ഞാൻ തീരത്തില്ല. 6 മാസം കൊണ്ട് KSRTC അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ ലാഭത്തിലാക്കാം എന്ന് പറഞ്ഞ ഒരാളാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു തരത്തില്ല എന്ന് മുഖത്ത് നോക്കി പറയാം, ഞാൻ തരില്ല എന്ന് പറയാണ്. അങ്ങനെ ഒരു MLA മാരും പറഞ്ഞിട്ടില്ല, ഒരാളെ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ MP മാർക്കെല്ലാം കത്തെഴുതി, ആരുടെയും ഒരു മറുപടിയില്ല. ആ മറുപടി വരും എന്ന പ്രതീക്ഷയോടെ KSRTC ഇനി ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ബസ് ടെർമിനലിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിങ്ങളുടെ അനുവാദത്തോടെ, സർവ്വോപരി ഈശ്വരന്റെ അനുഗ്രഹത്തോടെ ഞാനും നമ്മളെല്ലാവരും കൂടി ചേർന്ന് നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്.